പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മരണത്തിൻ്റെ സൗന്ദര്യമെന്ന വളരെ മനോഹരമായൊരു ലേഖനമാണ്. ഇടപ്പള്ളിയുടെ മണിനാഥം എന്ന കവിത നാം പഠിച്ചു. ഇടപ്പള്ളിയുടെ സ്വഭാവ സവിശേഷതയും അദ്ദേഹത്തിൻ്റെ കവിതയിലെ കാൽപ്പനികമായ സവിശേഷതകളും എല്ലാം നാം മനസ്സിലാക്കി. ഇടപ്പള്ളിയെ നാം വായിക്കുമ്പോൾ, ഇടപ്പള്ളിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലവും മാനസികാവസ്ഥയും ജീവിതവുമൊക്കെ നമ്മെ വിടാതെ പിന്തുടരും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിലെ ഹൃദയസ്പർശിയായ വരികളും നമ്മെ വിട്ട് പോവുകയില്ല. ഇവിടെ KP അപ്പൻ മരണത്തിൻ്റെ സൗന്ദര്യമെന്ന ലേഖനത്തിൽ ഇടപ്പള്ളിയുടെ സ്വകാര്യ വ്യക്തിത്വത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കവിതയെക്കുറിച്ചുമൊക്കെയാണ് നിരീക്ഷിക്കുന്നത്. ലേഖനം തുടങ്ങുന്നതിന് മുമ്പ് KP അപ്പനെക്കുറിച്ച് അല്പം കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന അഥവാ KP അപ്പൻ തൻ്റെ വിമർശന ജീവിതം അല്ലെങ്കിൽ നിരൂപണ ജീവിതം തുടങ്ങുന്നത് വരെയുള്ള ശൈലികളെയൊക്കെ മാറ്റിമറിച്ച ഒരു പ്രത്യേക ശൈലിയുടെ ഉടമയാണ് KP അപ്പൻ. നിരൂപണത്തിൽ സ്വന്തമായൊരു വഴി വെട്ടിത്തുറന്ന് മുന്നോട്ട് പോയ പ്രതിഭാശാലി. സാഹിത്യ വിമർശനം പോലും വളരെ ഹൃദയസ്പർശിയായ ഒരു സാഹിത്യ സൃഷ്ടിയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന തരത്തിലുള്ള ലേഖനങ്ങളാണ് KP അപ്പൻ എഴുതിയിട്ടുള്ളത്. നിരൂപണത്തിൻ്റെ പാരമ്പര്യത്തെ നിരാകരിച്ചുകൊണ്ട് തൻ്റേതായിട്ടുള്ള ഒരു രചനാശൈലി രൂപപ്പെടുത്തുകയും ആ ശൈലിയിലേക്ക് വായനക്കാരെ നിരന്തരമായി ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഴിവ് KP അപ്പൻ്റെ എഴുത്തിനുണ്ട്. അങ്ങനെ പുതിയ മലയാള വിമർശനത്തിൻ്റെ ഒരു സൗന്ദര്യാത്മകമായ വഴി അപ്പൻ കണ്ടെത്തുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. KP അപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ കലഹവും വിശ്വാസവും, ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം, മലയാള ഭാവന മൂല്യങ്ങളും സംഘർഷങ്ങളും, തിരസ്കാരം, മാറുന്ന മലയാള നോവൽ, വരകളും വർണ്ണങ്ങളും, കലാപം, വിവാദം, വിലയിരുത്തൽ, സമയപ്രവാഹവും സാഹിത്യകാരനും, കഥ, ആഖ്യാനവും അനുഭവസത്തയും, ഉത്തരാധുനികത, ചരിത്രവും വംശാവലിയും എന്നിവയാണ് പ്രധാന നിരൂപണ കൃതികൾ. ഇതിൽ ഉത്തരാധുനികത, ചരിത്രവും വംശാവലിയും എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1936 ആലപ്പുഴ ജില്ലയിൽ ജനിച്ച KP അപ്പൻ 2008 മരണമടഞ്ഞു. പ്രത്യേകിച്ച് മലയാളത്തിലെ ആധുനികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള കഥകൾ, നോവലുകൾ എന്നിങ്ങനെയുള്ള സാഹിത്യകൃതികളുടെ ഭാവുകത്വ പരിണാമത്തിന് കാരണമാകുന്ന തരത്തിൽ KP അപ്പൻ്റെ എഴുത്തുകൾ, KP അപ്പൻ്റെ ലേഖനങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 1-2 കൃതികൾ കൂടി ഞാൻ സൂചിപ്പിക്കാം. മധുരം നിൻ്റെ ജീവിതം, ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു, ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്നിവ. മരണത്തിൻ്റെ സൗന്ദര്യമെന്ന ഈ ലേഖനത്തിൽ മലയാളത്തിലെ എക്കാലത്തെയും കാൽപ്പനിക കവിയായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ സാമൂഹിക ജീവിതവും കലാജീവിതവും വിശകലനത്തിന് വിധേയമാക്കുകയാണ് നിരൂപകൻ. ഇനി നമുക്ക് ലേഖനത്തിലേക്ക് പ്രവേശിക്കാം.
മരണത്തിൻ്റെ സൗന്ദര്യം എന്ന ലേഖനത്തിൽ കെ.പി. അപ്പൻ ഇങ്ങനെ എഴുതുന്നു: സ്വയം കുത്തിമുറിവേൽപ്പിക്കുന്ന ചേതനയായിരുന്നു ഇടപ്പള്ളിയുടേത്. മുറിവിൽ നിന്നും രക്തം സ്രവിച്ചപ്പോൾ ഇടപ്പള്ളി കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിരവധി വീണക്കമ്പികൾ ഉണ്ടായിരുന്നതുകൊണ്ട് കരച്ചിൽ കവിതയായി മാറി. ജീവിത ദുഃഖത്തിൻ്റെ കരയിൽ ഒറ്റയ്ക്ക് കുടിലുകെട്ടിപ്പാർത്ത ഈ മനുഷ്യനായിരുന്നു മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ കാൽപ്പനികവാദിയായ അന്യൻ അഥവാ റൊമാൻറ്റിക് ഔട്ട്സൈഡർ. സ്വതന്ത്രനായി ജനിക്കുന്നുവെങ്കിലും മനുഷ്യനെന്നും ദുഃഖത്തിൻ്റെ ചങ്ങലകളിലാണെന്ന് ഇടപ്പള്ളി വിശ്വസിച്ചു. ദുഃഖത്തിൻ്റെ ഈ ചങ്ങലകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപാധി എന്ന നിലയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇടപ്പള്ളിയുടെ ആത്മഹത്യയെക്കുറിച്ചും ആത്മഹത്യയുടെ കാരണത്തെക്കുറിച്ചുമൊക്കെ വിശദമായി മണിനാഥം എന്ന കവിത പഠിച്ചപ്പോൾ നാം ചർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പും നാം അന്ന് വായിച്ചു. ആ കാര്യം ഇവിടെ പ്രത്യേകം ഓർമ്മിക്കുക. മനുഷ്യനെന്നും ദുഃഖത്തിൻ്റെ ചങ്ങലകളിലാണെന്നാണ് ഇടപ്പള്ളി വിശ്വസിച്ചിരുന്നത് എന്നാണ് ലേഖകൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് ഇങ്ങനെ എഴുതുന്നു: ഇടപ്പള്ളിയുടെ സ്വകാര്യ വ്യക്തിത്വത്തിൻ്റെ ജീവശ്വാസം മരണത്തോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാഭാവികമായ ആഭിമുഖ്യമായിരുന്നു. മരണത്തിൻ്റെ നേരെയുള്ള സ്വാഭാവികമായ ഈ ആഭിമുഖ്യം സൃഷ്ടിയിലൂടെ ശക്തിയായി സൂചിപ്പിക്കുകയും അത് സൃഷ്ടിയുടെ രംഗത്തു മാത്രം ഒതുക്കി നിർത്താതെ ജീവിതത്തിലേക്ക് കൂടി പകർത്തി കാണിക്കുകയും ചെയ്ത ഒരു എഴുത്തുകാരനായിരുന്നു ഇടപ്പള്ളി. മരണത്തോടുള്ള സ്വാഭാവികമായ ആഭിമുഖ്യമല്ലായിരുന്നു പ്രസിദ്ധ നോവലിസ്റ്റായ മിസ് രാജലക്ഷ്മിയെ സ്വയം നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഒരു സ്ത്രീയുടെ ദൗർബല്യവും പ്രതിഭയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കണം ആ എഴുത്തുകാരിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ഇടപ്പള്ളിയുടെ മരണാഭിമുഖ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ കെ.പി. അപ്പൻ മലയാളത്തിലെ മറ്റൊരു പ്രതിഭ, നോവലിസ്റ്റും കഥാകാരിയുമൊക്കെ ആയിട്ടുള്ള രാജലക്ഷ്മിയെ കൂടി ഓർക്കുകയാണ്. 34-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്ത രാജലക്ഷ്മി. സ്വന്തം പീഡാനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് രാജലക്ഷ്മി എഴുത്തുകൾ നിർവഹിച്ചിട്ടുള്ളത്. ഒരു വഴിയും കുറേ നിഴലുകളും എന്ന് മാത്രമല്ല, രാജലക്ഷ്മിയുടെ കഥകൾ എന്ന പുസ്തകത്തിലുള്ള കഥകളൊക്കെ തന്നെ വായിക്കുമ്പോൾ നമുക്ക് ആ കാര്യം ബോധ്യപ്പെടും. ഇടപ്പള്ളി നേരെ മറിച്ചായിരുന്നു. അദ്ദേഹം അടിസ്ഥാനപരമായും മൃത്യുബോധത്തിൻ്റെ കവിയായിരുന്നു. ജീവിതമെന്ന അന്യരാജ്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാൽപ്പനികവാദിയായ ഒരന്യൻ്റെ അഭിലാഷം സ്വയം വളർന്ന് ആത്മഹത്യയിൽ കലാശിക്കുകയാണ് ചെയ്തത്. ഇവിടെ രാജലക്ഷ്മിയിൽ നിന്ന് വ്യത്യസ്തമായി മരണത്തോട് ആഭിമുഖ്യമുള്ള കവിയായിരുന്നു ഇടപ്പള്ളി എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇദ്ദേഹത്തിൻ്റെ അഭിലാഷം അത് സ്വയം വളർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. സ്വപ്നജീവിയായ ഒരാൾക്കുണ്ടാകാവുന്ന അയഥാർത്ഥത്തെക്കുറിച്ച് ഉള്ള ബോധമാണ് കാൽപ്പനികവാദിയായ അന്യനെ സൃഷ്ടിക്കുന്നത്. ഈ ബോധം സ്വന്തം ദേശം ഇതല്ലെന്ന് ചിന്തിക്കുവാൻ അയാളെ പ്രേരിപ്പിക്കുന്നതോടെ മറ്റു ലോകങ്ങളെപ്പറ്റി അയാൾ സ്വപ്നം കാണാൻ തുടങ്ങുന്നു. ഇങ്ങനെ തൻ്റെ അഭിലാഷങ്ങൾക്ക് സാഫല്യം നൽകാൻ കൂട്ടാക്കാത്ത ചുറ്റുപാടുകളെക്കുറിച്ച് സ്വയം പരാതിപ്പെടുകയും മനുഷ്യാത്മാവിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയല്ല ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് സദാ ഭയപ്പെടുകയും ചെയ്യുന്നത് കാൽപ്പനികവാദിയായ അന്യൻ്റെ സ്വഭാവമാണെന്ന് ആധുനിക മനുഷ്യൻ്റെ അന്യതാബോധത്തെക്കുറിച്ച് ശ്രദ്ധേയമായൊരു പഠനം നടത്തിയ കോളിൻ വിൽസൺ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മനുഷ്യാത്മാവിൻ്റെ ആശകൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയല്ല ഈ ലോകം സൃഷ്ടിച്ചതെന്ന ഭയമായിരിക്കണം ഈ ശത്രുലോകത്തു നിന്നും ഒളിച്ചോടാൻ ഇടപ്പള്ളിയെ പ്രേരിപ്പിച്ചത്. ഇടപ്പള്ളി രാഘവൻ പിള്ള ജീവിച്ചിരുന്ന ലോകം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നന്മയൊന്നും ചെയ്യാത്തൊരു ലോകമായിരുന്നു. തൻ്റെ ആവശ്യങ്ങൾ, തൻ്റെ സന്തോഷം നിറവേറ്റാനുള്ള ഒന്നല്ല ഈ ലോകമെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. പകരം തനിക്ക് സന്തോഷം ലഭിക്കുന്ന മറ്റൊരു ലോകത്തെക്കുറിച്ച് അദ്ദേഹം
ആലോചിക്കുകയും ചെയ്തു. ഓരോ ദിവസവും നിരാശയോടുകൂടി ഇങ്ങനെ താൻ ജീവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള വലിയൊരു ഭയം ഇടപ്പള്ളിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് ലേഖകൻ അഭിപ്രായപ്പെടുന്നു. ഇംഗ്ലീഷ് എഴുത്തുകാരനായ കോളിൻ ഹെൻറി വിൽസനെ കുറിച്ചാണ് ഇവിടെ കെ.പി. അപ്പൻ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം മനുഷ്യൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് നന്നായി പഠിച്ച ഒരു എഴുത്തുകാരനാണ്. ആ പഠനത്തിൻ്റെ വെളിച്ചത്തിലാണ് കാൽപ്പനികവാദിയായിട്ടുള്ള അന്യൻ്റെ, അഥവാ ഈ ലോകം തൻ്റെ ലോകമല്ലെന്ന് വിചാരിക്കുന്ന ഒരാളുടെ മനസ്സ് തന്നെയാണ് ഇടപ്പള്ളിക്ക് ഉള്ളതെന്ന് കെ.പി. അപ്പൻ ഉറപ്പിച്ച് പറയുന്നത്. ചുറ്റുപാടുകൾ മാത്രമല്ല, കാലമെന്ന സംഹാരശക്തിയും മനുഷ്യജീവിതത്തെ നശിപ്പിക്കുന്നുവെന്ന് ഇടപ്പള്ളിയിലെ കാൽപ്പനികവാദിയായ അന്യൻ കണ്ടെത്തിയിരുന്നു. അദ്ദേഹത്തിനു മുമ്പ് മറ്റൊരു മലയാള കവിയും ഇത്രമേൽ ഭീതിയോടെ കാലത്തെ ഒരു സംഹരിക്കുന്ന ശക്തിയായി സങ്കല്പിച്ചിട്ടില്ല. കാലമെന്ന പേരിൽ ഇടപ്പള്ളി രചിച്ച ഒരു കവിതയിൽ കാലത്തെ സമുദ്രമായി സങ്കല്പിക്കുന്നുണ്ട്. കാലമെന്ന സമുദ്രത്തിലെ തിരമാലകളാണ് സംവത്സരങ്ങൾ അഥവാ കൊല്ലങ്ങൾ. അവ മനുഷ്യജീവിതമെന്ന തീരങ്ങളെ നിരന്തരമായി തട്ടിത്തകർത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഭീതി പൂണ്ട സ്വരത്തിൽ ഇടപ്പള്ളി പാടുന്നു. ആശ എന്ന കവിതയിൽ സകല ആശകളെയും വിഴുങ്ങുകയാണ് കാലമെന്ന കാളസർപ്പം ചെയ്യുന്നതെന്ന് വീണ്ടും ഗാനം ചെയ്യുന്നുണ്ട്. കാലമെന്ന ഭീകരവും അദൃശ്യവുമായ ശക്തിയുടെ സംഹാരഭാവം മനസ്സിലാക്കിയ ഇടപ്പള്ളിയിലെ കാൽപ്പനികവാദിയായ അന്യൻ ഈ നീരാളിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കൂടിയായിരിക്കണം ആത്മഹത്യ ചെയ്തത്. ആ നിലയിൽ ഇടപ്പള്ളിയുടെ ആത്മഹത്യ തത്വചിന്താപരമായ ഒരു പരിവേഷം നേടിയെടുക്കുന്നുണ്ട്. ഒരു കവി എന്ന നിലയിൽ തൻ്റെ ഭീതിയും തൻ്റെ സങ്കടങ്ങളും ഇച്ഛാഭംഗങ്ങളുമൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്ത കവിയുടെ ആത്മഹത്യയുടെ കാരണത്തെക്കുറിച്ചാണ് നിരൂപകൻ ഇവിടെ അന്വേഷിക്കുന്നത്. കാലം എന്നത് കാളസർപ്പമെന്ന ഒരു വിഷജീവിയോട് ഉപമിക്കുകയും അങ്ങനെ ഉപമിക്കുമ്പോൾ ആ കാലത്തിലൂടെ കടന്നു പോകാൻ എത്രമാത്രം പ്രയാസമാണ് അതെഴുതുന്ന കവിക്ക് എന്ന് കൂടി ധ്വനിപ്പിക്കുകയാണ് കെ.പി. അപ്പൻ. കാലമാകുന്ന നീരാളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇടപ്പള്ളി ആത്മഹത്യ ചെയ്തു എന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ തത്വചിന്താപരമായ ഒരു പരിവേഷം കൂടി നേടിയെടുക്കുന്നുണ്ട് എന്ന് ലേഖകൻ അഭിപ്രായപ്പെടുന്നു. സാമൂഹ്യ ജീവിതത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന സങ്കീർണതയിൽ നിന്ന് കാൽപ്പനികവാദിയായ ഒരു സ്വപ്നജീവി അറിയാതെ തന്നെ ഭ്രഷ്ടനാകും. എന്നിട്ട് അയാൾ തന്നെ ഒരു നാടുകടത്തപ്പെട്ടവനായി, പ്രക്ഷോഭകാരിയായി, പ്രവാചകനായി സങ്കല്പിക്കും. ഇതിലേതെങ്കിലും ഒരു സ്വഭാവം എപ്പോഴെങ്കിലും കാൽപ്പനികവാദിയായ ഒരു കവി കൈക്കൊള്ളുമെന്ന് പ്രീസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ പോലും ഏകാന്തതയുടെ തീവ്രവേദന അനുഭവിച്ച ഇടപ്പള്ളി പൂർണ്ണമായും ഒരു നാടുകടത്തപ്പെട്ടവനായിരുന്നു. കാൽപ്പനികതയുടെ ആദ്യ നക്ഷത്രമായ റൂസോ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ്, കൂടപ്പിറപ്പുകളില്ല, മിത്രങ്ങളില്ല, അയൽക്കാരില്ല, സമൂഹമില്ല. സ്വന്തം രചനയിലൂടെ ഇടപ്പള്ളിയും ഇതുതന്നെയാണ് പറഞ്ഞു വന്നത്. തനിക്കെതിരായി നിരന്തരമായി ഗൂഢാലോചന നടത്തുന്ന, തൻ്റെ അഭിലാഷങ്ങളെ കശക്കി ദൂരത്തെറിയുന്ന ശത്രുവായിരുന്നു അദ്ദേഹത്തിന് ലോകം. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹത്തിൻ്റെ അബോധ മനസ്സ് കൊതിച്ചു. കാൽപ്പനിക കവിത അബോധ മനസ്സിനെ ആശ്രയിച്ച് ഒഴുകുന്ന ഒന്നാകയാൽ മരണത്തെ ഈ ശത്രുലോകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു ഉപാധി എന്ന നിലയിൽ സങ്കല്പിച്ചുകൊണ്ട് ഇടപ്പള്ളി വാക്കുകൾ മീട്ടിപ്പാടാൻ തുടങ്ങി. ഇടപ്പള്ളിയുടെ ആത്മഹത്യ തത്വചിന്താപരമായ ഒന്നാണെന്ന് പറയുകയും അത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് ലേഖകൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈനംദിന ജീവിതത്തിലെ സങ്കീർണതകളിൽ നിന്ന് സ്വപ്നജീവിയായ അല്ലെങ്കിൽ കാൽപ്പനികവാദിയായ കവി അറിയാതെ തന്നെ മാറിപ്പോകും. ആ ജീവിതത്തിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഒരാളായി അയാൾ സ്വയം പ്രഖ്യാപിക്കുകയും ആ നാടുകടത്തപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോവുകയും ചെയ്യും. ആദ്യകാല കാൽപ്പനിക
എഴുത്തുകാരനായ റൂസോയുടെ വാക്ക് ലേഖകനിവിടെ കടമെടുക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ്, കൂടപ്പിറപ്പുകളില്ല, മിത്രങ്ങളില്ല, അയൽക്കാരില്ല, സമൂഹമില്ല, മറ്റാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യം തന്നെയാണ് ഇടപ്പള്ളിയും തൻ്റെ കവിതയിലൂടെ സൂചിപ്പിച്ചത്. ഞാൻ ഒറ്റയ്ക്കാണ്, ലോകം എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണ്, എന്നെ ലോകം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയാണ് ഇടപ്പള്ളിക്ക്. അങ്ങനെ താൻ ശത്രുവായി കരുതുന്ന ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ത്വര ഇടപ്പള്ളിക്ക് തോന്നിയിട്ടുണ്ട്. ആ രക്ഷപ്പെടലിൻ്റെ മാർഗമായാണ് അദ്ദേഹം കവിത ഉപയോഗിച്ചത്. പിന്നീട് അത് ആത്മഹത്യയിൽ എത്തുന്നത്. ഇടപ്പള്ളിയുടെ ദർശനം അദ്ദേഹത്തിൻ്റെ മൃത്യുബോധവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ജീവിതം എന്ന ഭൂമിയുടെ തിന്മ ഇടപ്പള്ളിയെ നിരന്തരമായി പീഡിപ്പിച്ചപ്പോൾ മരണത്തിൻ്റെ സൗന്ദര്യത്തിൽ അദ്ദേഹം അറിയാതെ തന്നെ ആകൃഷ്ടനായി. ഇടപ്പള്ളിക്ക് മാത്രമല്ല, കാൽപ്പനികതയുടെ ആത്മവേദന അനുഭവിച്ച ഒരു കവിക്കും മരണത്തെയും സൗന്ദര്യത്തെയും രണ്ടായി കാണുവാൻ കഴിഞ്ഞിട്ടില്ല. മരണവും സൗന്ദര്യവും സ്നേഹവതികളായ രണ്ട് സഹോദരികളാണെന്ന് ബോദലെയറും യൂഗോയും പാടിയത് ഉദാഹരണ സഹിതം മരിയോ പ്രാസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രൂരമായ ആനന്ദവും വിഷാദാത്മകമായ മാധുര്യവും സമ്മാനിക്കുന്ന രണ്ട് സഹോദരികളായി ശവമഞ്ചത്തെയും വിവാഹമഞ്ചത്തെയും സങ്കല്പിച്ചുകൊണ്ട് ബോദലെയർ എഴുതിയ രണ്ട് നല്ല സഹോദരികൾ എന്ന കവിത ഇടപ്പള്ളിയുടെ ദർശനം കൂടുതൽ അഗാധതയിൽ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കും. കാരണം ഇതേ മട്ടിൽ ക്രൂരവും മധുരവുമായ ഒരു മനോഭാവമാണ് പ്രേമത്തിൻ്റെയും മരണത്തിൻ്റെയും നേരെ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മരണവും പ്രേമവും ഇടപ്പള്ളിക്ക് രണ്ട് നല്ല സഹോദരികളായിരുന്നു. മരണത്തോട് ബന്ധപ്പെടുമ്പോൾ പ്രേമത്തിന് കൂടുതൽ സൗന്ദര്യം കിട്ടുന്നു എന്നുപോലും ഇടപ്പള്ളി വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസമായിരിക്കണം മമ പ്രണയലതിക തഴയ്ക്കുവാൻ മരണശാഖയിൽ തന്നെ പടരണം എന്ന വരികൾ എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ലോകത്തിലെ സുന്ദര സങ്കല്പങ്ങളെ മരണത്തിൽ നിന്നും മാറ്റി നിർത്തി ചിന്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മരണവും സൗന്ദര്യവും പരസ്പരം ബന്ധപ്പെട്ട സങ്കല്പങ്ങളാകയാൽ മരണത്തെ പ്രാപിക്കാനുള്ള ഇടപ്പള്ളിയുടെ ആഗ്രഹത്തിൽ സൗന്ദര്യത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹം തന്നെയാണ് അന്തർഭവിച്ചിരിക്കുന്നത്. ജീവിതത്തിൻ്റെ വ്യർത്ഥത മരണത്തെ സ്നേഹിക്കുവാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചു. നിരാശ എന്ന കവിതയിലൂടെ ഈ യാഥാർത്ഥ്യം ഭംഗിയായി കവി ധ്വനിപ്പിക്കുന്നുണ്ട്. താൻ പിന്നിട്ടത് ഒരു മണൽക്കാടും മുന്നിൽ വിദൂരതയിൽ കാണുന്നത് ഭാവിയുടെ ദുരൂഹത സൂചിപ്പിക്കുന്ന മഹാവനവുമാണെന്ന് ഇടപ്പള്ളി വിശ്വസിച്ചു. ദൂരെ കാണുന്ന മഹാവനത്തിലേക്ക് ജീവിതമെന്ന ദുഃഖകാരണവും പേറിക്കൊണ്ടുള്ള വ്യർത്ഥമായ ഈ യാത്ര എത്ര അർത്ഥശൂന്യമാണെന്ന് ചിന്തിച്ചപ്പോൾ മരണത്തിന് ഈ ദുഃഖകാരണം വിട്ട് സ്വതന്ത്രമാകുന്നതാണ് നല്ലതെന്ന് ഈ കാൽപ്പനികവാദിയായ അന്യന് തോന്നിയിരിക്കണം. വിൽക്കാതിരിപ്പതുമെങ്ങനെ മൃത്യുവിൻ വിൽക്കാശിനായിട്ടൻ ജീവഭാരം. ഈ ആശയം ശിശിരക്കുളിരുപോലെ ഇടപ്പള്ളിയെ ആശ്വസിപ്പിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയം തുടിച്ചു. സ്വയം മറന്ന് ഇടപ്പള്ളി വീണ്ടും പാടി: മൃത്യോ നിൻ നാം സ്മരിക്കുമ്പോൾ എന്താണൻ ചിത്തമിതേറ്റം തുടിച്ചിടുന്നു. ആതങ്ക സിന്ധുവിൽ ആണ്ടുപോമീ എനിക്കാലംബം നീയല്ലാതാരുവേറെ. ദുഃഖത്തിൻ്റെ കറുത്ത കനികൾ തിന്നു കഴിയുന്ന മനുഷ്യൻ മരണത്തിൽ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് മരണമെന്ന കവിതയിൽ ഇടപ്പള്ളി ചോദിക്കുന്നുണ്ട്. മരണത്തിൻ്റെ സൗന്ദര്യം കവിയായ ഇടപ്പള്ളിയെ ലഹരി പിടിപ്പിച്ചു. ഈ ഉന്മാദ ലഹരിയിലാണ് മരണദിനത്തിൻ്റെ മണിമുഴക്കം അദ്ദേഹം കേട്ടത്. മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം വരുന്നു ഞാൻ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം പട്ടടയുടെ തീപ്പൊരികൾ സ്വപ്നം കണ്ടിരുന്ന ഇടപ്പള്ളി ആർക്കു വേണ്ടിയാണ് മണിമുഴങ്ങുന്നതെന്ന് അന്വേഷിച്ചില്ല. അത് തനിക്ക് വേണ്ടി തന്നെയാണ് മുഴങ്ങുന്നതെന്ന് ഒരു കവിയുടെ ആത്മാർത്ഥതയോടെ അദ്ദേഹം വിശ്വസിച്ചു. വരുന്നു ഞാൻ എന്ന വ്യക്തവും സ്വതന്ത്രവുമായ ആത്മസമർപ്പണ വാക്യം അതാണ് സൂചിപ്പിക്കുന്നത്. വരുന്നു ഞാൻ എന്ന പേരിൽ വീണ്ടും അദ്ദേഹം ഒരു കവിത എഴുതി. ജീവിതത്തെ ഗ്രന്ഥപാരായണമായി സങ്കല്പിക്കുന്ന ഇടപ്പള്ളി എന്ന മൃത്യുബോധത്തിൻ്റെ കവി ജീവിതമെന്ന ഗ്രന്ഥത്തിൻ്റെ അവസാനം വരെ വായിക്കുവാൻ തനിക്ക് ആഗ്രഹമില്ലെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് വായന നിർത്താനുള്ള ഈ വ്യഗ്രതയിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഇച്ഛ തന്നെയാണ് ഈ കവി പ്രകടിപ്പിക്കുന്നത്.
ആ കവിതയുടെ അവസാനത്തെ വരികളിൽ ഈ ആശയം അദ്ദേഹം ശക്തിയായി ധ്വനിപ്പിക്കുന്നത് നോക്കുക. ഓമനെ വരുന്നു ഞാൻ വായന നിർത്തട്ടെ, ഈ മണിദീപാങ്കുരം ഞാൻ തന്നെ കെടുത്തട്ടെ. ജീവിതമെന്ന അന്യദേശത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഈ വെമ്പൽ സൃഷ്ടിശക്തിയെ വേദനിപ്പിക്കുകയും ഉന്മാദം കൊള്ളിക്കുകയും ചെയ്തപ്പോൾ മരണത്തെ നേരിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇടപ്പള്ളി ചെയ്തത്. മരണമേ മമ സ്വാഗതം, ഭൂവിൽ മേ മരണമെന്നതാശിപ്പതില്ല ഞാൻ, ധരണിയാം ഇരുൾക്കുണ്ടിൽ നിന്നേക്കും ശരണമേകുക ശാശ്വതാനന്ദമേ. കെ പി അപ്പൻ ഇടപ്പള്ളി എന്ന മൃത്യുബോധത്തിൻ്റെ കവിയെ കണ്ടെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളിലുള്ള മൃത്യുബോധം, മരണവുമായുള്ള ആഭിമുഖ്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇവിടെ കെ പി അപ്പൻ. ധരണിയാം ഇരുൾക്കുണ്ടിൽ നിന്ന് എന്നേക്കും ശരണമേകുക ശാശ്വതാനന്ദമേ എന്നാണ് മരണത്തെ ഇടപ്പള്ളി സൂചിപ്പിക്കുന്നത്. ഈ ഭൂമിയിലെ ഇരുൾക്കുണ്ടിൽ നിന്ന്, നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഭൂമി എന്നത് തനിക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ഇടമല്ലെന്ന് ഇടപ്പള്ളിക്ക് തോന്നുകയാണ്. അവിടെ നിന്ന് തന്നെ രക്ഷിക്കുക എന്ന്, തനിക്ക് ശരണമേകുക എന്ന് മരണത്തോട് അപേക്ഷിക്കുന്നൊരു കവി. സൃഷ്ടിയിലൂടെ നിരന്തരമായി താൻ അന്വേഷിച്ച ശാശ്വതാനന്ദം 1936 ജൂലൈ 4 ആത്മഹത്യയിലൂടെ അദ്ദേഹം നേടിയെടുത്തു. ഒരു കാൽപ്പനിക കവി ആത്മനിന്ദയിലൂടെ ക്രൂരമായ സംതൃപ്തി അനുഭവിക്കുകയും തീവ്രമായ ജീവിത വിഷാദത്തിന് അടിമയായിത്തീരുകയും ചെയ്താൽ അയാൾക്ക് എന്തു സംഭവിക്കുമെന്നുള്ളതിന് തെളിവാണ് ഇടപ്പള്ളിയുടെ ആത്മഹത്യ. ആഴമേറിയ വിഷാദാത്മകതയും ആത്മനിന്ദയും മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുമെന്ന് സ്റ്റെങ്കൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇടപ്പള്ളിയുടെ എന്നുമുള്ള ആഴമേറിയ വിഷാദത്തെക്കുറിച്ച്, ആ വിഷാദം തനിക്ക് ജീവിക്കാൻ പറ്റാത്ത ലോകത്തോടുള്ള പ്രതികരണമാണ്, അതിൽ നിന്നുണ്ടാകുന്ന ആത്മനിന്ദ, ഇതെല്ലാം മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുമെന്ന് സ്റ്റെങ്കൽ എന്ന ചിന്തകൻ സൂയിസൈഡ് ആൻഡ് അറ്റംപ്റ്റഡ് സൂയിസൈഡ് എന്ന ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് കെ പി അപ്പനൂടെ ഉദ്ധരിക്കുന്നു. സ്വയം നിന്ദിക്കുന്നതിൽ സൗന്ദര്യം കണ്ടെത്തുകയും ദുഃഖിതനായിരിക്കുന്നതിൽ നിർവൃതി അനുഭവിക്കുകയും ചെയ്ത ഇടപ്പള്ളിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള മനഃശാസ്ത്രപരമായ ഒരു പഠനം രോഗബാധിതമായ ഒരു മനസ്സിനെക്കുറിച്ചുള്ള വിശകലനമായി തീരാവുന്നതാണ്. പക്ഷേ അത്തരമൊരു അന്വേഷണം ഇടപ്പള്ളിയുടെ ആത്മഹത്യയ്ക്കുള്ള തത്വചിന്താപരമായ പരിവേഷം പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞേക്കാൻ ഇടയുണ്ട്. സൃഷ്ടിയിലൂടെ താൻ പ്രകാശിപ്പിച്ചു കാണിച്ച സ്വകാര്യ വ്യക്തിത്വം സാധാരണ ജീവിതത്തിലും നിലനിർത്തിയ ഇടപ്പള്ളി ജീവിതം ജീവിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന തത്വചിന്താപരമായ ചോദ്യം തന്നോട് തന്നെ ചോദിക്കുകയുണ്ടായി. അതിന് കിട്ടിയ ഉത്തരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ. ഇങ്ങനെ വളരെ താത്വികമായിട്ട് വിശകലനം ചെയ്യുകയാണ് ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ നിരൂപകൻ. ഒരു കാൽപ്പനിക കവിയെ സംബന്ധിച്ചിടത്തോളം വികാരങ്ങളായിരിക്കും അയാളുടെ വഴികാട്ടി, സ്വന്തം അനുഭവങ്ങൾ മാത്രമായിരിക്കും അയാൾക്ക് സത്യം. സൃഷ്ടിയിലൂടെ സ്വന്തം ആത്മാവിനെ പീഡിപ്പിച്ച് രസിച്ച ഇടപ്പള്ളിക്ക് വികാരങ്ങളും സ്വാനുഭവങ്ങളും മാത്രമല്ല, വാക്കുകളും മാർഗദർശനം നൽകി. സൃഷ്ടിയുടെ നിമിഷങ്ങളിൽ താളലയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടൊഴുകുന്ന വാക്കുകൾ അദ്ദേഹത്തിന് മാധ്യമമല്ല, വഴികാട്ടികളായിരുന്നു. വാക്കുകൾ അദ്ദേഹത്തെ ഉറക്കെ കരയാൻ പ്രേരിപ്പിച്ചു, സകലതും പരിത്യജിക്കാൻ പ്രേരിപ്പിച്ചു, ആത്മനിന്ദയിലേക്ക് പ്രേരിപ്പിച്ചു, സ്വയം നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. സൃഷ്ടിയിലൂടെ സ്വയം പീഡിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന സ്വകാര്യ വ്യക്തിത്വം സാധാരണ ജീവിതത്തിലും നിലനിർത്തി എങ്ങനെ സ്വന്തം ജീവിതത്തെ മികച്ചൊരു ട്രാജഡിയാക്കി മാറ്റാമെന്നും വാക്കുകൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ചുരുക്കത്തിൽ ഈ വ്യർത്ഥമായ ജീവിതത്തിന് വിരാമമിടണമെന്ന അഗ്നിചിന്ത അദ്ദേഹത്തിൻ്റെ കലയെയും ജീവിതത്തെയും ഒരുപോലെ സ്വാധീനിക്കുകയാണ് ചെയ്തത്. തൻ്റെ ജീവിതം ആരോ തകർത്തു കളഞ്ഞിരിക്കുകയാണെന്നും അതുകൊണ്ട് ഈ ഭഗ്നജീവിതം മരണം കൊണ്ട് മാത്രമേ ഭദ്രമാകുകയുള്ളൂ എന്നും ഇടപ്പള്ളി വിശ്വസിച്ചു. ആത്മഹത്യയിലൂടെ സർവവും ഭദ്രമാകും എന്ന ഈ വിശ്വാസം സുധ എന്ന ചെറുകഥയിലെ നായികയുടെ ആത്മഹത്യയിലൂടെ ഇടപ്പള്ളി ഭംഗിയായി ന്യായീകരിക്കുന്നുണ്ട്. നോക്കുക, അവൾ തൻ്റെ സാരി അഴിച്ച് ഒരു കുരുക്കുണ്ടാക്കി അവിടെ കിടന്ന ഒരു കരിങ്കല്ലിൽ ഇട്ട് മുറുക്കി.
സാരിയുടെ മറ്റേ തുമ്പ് അവളുടെ അരയിൽ ദൃഢമായി ബന്ധിച്ചു. ഒരുവിധം പ്രയാസപ്പെട്ട് ആ കല്ലുരുട്ടി വെള്ളത്തിലാക്കി. അതാ ഒരു കുതി, സർവവും ഭദ്രം. ഈ വർണ്ണനയിൽ ഒരു കാൽപ്പനിക കവിയുടെ താളഭാവമല്ല, സ്വയം നശിപ്പിക്കാൻ രഹസ്യമായി കൊതിക്കുന്ന ഒരാളുടെ ക്രൂരമായ നിസ്സംഗതയാണ് നിഴലിക്കുന്നത്. കാൽപ്പനിക ശൈലിയുടെ സ്പർശനമില്ലാതെ പത്രവാർത്തയുടെ ശൈലിയിൽ രചിച്ച ഈ വർണ്ണനയിൽ സകലതും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ഇടപ്പള്ളിയുടെ സ്വകാര്യ വ്യക്തിത്വത്തിൻ്റെ വ്യഗ്രതയാണ് അന്തർഭവിച്ചിരിക്കുന്നതെന്ന് പാടവമുള്ള മിഴികൾക്ക് കാണാം. സ്വയം നശിപ്പിച്ചതിൻ്റെ പീഡിപ്പിക്കുന്ന സംതൃപ്തി കഥാപാത്രവുമായി പങ്കിട്ടനുഭവിച്ച ഇടപ്പള്ളി ഭാവിയിലെ തൻ്റെ അഭയസങ്കേതം രചനയിലൂടെ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ കെ.പി. അപ്പൻ ഇടപ്പള്ളി എന്ന കാൽപ്പനിക കവിയുടെ കൃതികളിലൂടെ, അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ, കഥയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കവിയുടെ വ്യക്തിത്വം, പ്രത്യേകിച്ച് മരണാഭിമുഖ്യമുള്ള വ്യക്തിത്വം കണ്ടെടുക്കുകയാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്താപരമായ പ്രശ്നം ആത്മഹത്യയാണെന്ന് പ്രഖ്യാപിച്ച കാമു, എല്ലാ മികച്ച കലാസൃഷ്ടിയും എന്ന പോലെ ആത്മഹത്യയും ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ നിന്നാണ് ജനിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആത്മഹത്യയെ തൻ്റെ സകല കലാസൃഷ്ടികൾക്കും ഉപരിയായി സ്നേഹിച്ച ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ തത്വചിന്താപരമായ ഒരു പ്രശ്നമെന്ന നിലയിൽ തന്നെയാണ് നോക്കിക്കാണേണ്ടത്. പലരും കരുതുന്നത് പോലെ പ്രേമനൈരാശ്യം കൊണ്ടല്ല ഇടപ്പള്ളി സ്വയം നശിച്ചത്. ഇടപ്പള്ളി പ്രേമനൈരാശ്യം കൊണ്ട് മാത്രമല്ല, തൻ്റെ കാമുകി തന്നെ വിട്ടുപോയത് കൊണ്ട് മാത്രമല്ല ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇവിടെ ലേഖകൻ സമർത്ഥിക്കുന്നത്. അത് ഇടപ്പള്ളിയുടെ മനസ്സിൽ തന്നെയുള്ള ഒരു ബോധമാണ്, മനസ്സിൽ തന്നെയുള്ള ഒരു കാര്യമാണ് മരണത്തിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളത്. നോക്കൂ, അവൾ അപങ്കില ദൂരെയാണെങ്കിലും അരികിലുണ്ട് എനിക്കെപ്പോഴും കൂട്ടിനായി, കഠിനകാലം കഥനമൊരൽപ്പം ആ കവിളിണയിൽ കലർത്താതിരിക്കണേ എന്നു മാത്രം പാടുന്ന ഇടപ്പള്ളി പ്രണയവഞ്ചനയെക്കുറിച്ച് ഒരിക്കൽ പോലും സൂചിപ്പിക്കുന്നില്ല. സൃഷ്ടിയുടെ വേളയിൽ സ്വന്തം ഹൃദയത്തിൻ്റെ ചോര പ്രവഹിപ്പിക്കാൻ ശ്രമിച്ച ഇടപ്പള്ളിയുടെ വരികളിൽ അത്തരമൊരു വാക്കുപോലും കാണുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. മരണത്തോട് സ്വാഭാവികമായ ആഭിമുഖ്യമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ആത്മഹത്യയ്ക്ക് പ്രേമഭംഗം ചെറിയൊരു നിമിത്തമായി തീർന്നിരിക്കാം. അങ്ങനെയൊന്ന് ഉണ്ടായില്ലെങ്കിൽ തന്നെയും ഇടപ്പള്ളി എന്ന കാൽപ്പനികവാദിയായ അന്യൻ സ്വയം നശിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ഇടപ്പള്ളിയുടെ ആത്മഹത്യയ്ക്ക് സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷ്യമില്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ഇവിടെയാണ് ലേഖകൻ്റെ കൃത്യമായ നിലപാട്. ഇടപ്പള്ളി ആ പ്രേമഭംഗം അല്ലെങ്കിൽ ആ പ്രേമബന്ധം ഉണ്ടാവുകയും അത് പ്രേമഭംഗമായി തീരുകയും ചെയ്തില്ലായിരുന്നു എങ്കിൽ പോലും ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നാണ് ലേഖകൻ്റെ നിരീക്ഷണം. ഇടപ്പള്ളിയുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട ഒന്ന് മാത്രമാണ് ആത്മഹത്യയെന്നും അതിന് അദ്ദേഹത്തിൻ്റെ സാമൂഹിക ജീവിതവുമായി ബന്ധമില്ല എന്നുമാണ് ലേഖകൻ സമർത്ഥിക്കുന്നത്. സ്വന്തം ഇച്ഛയുടെ അനുശാസനമല്ലാതെ മറ്റൊന്നും അതിലില്ലായിരുന്നു. ഡോസ്റ്റോവ്സ്കിയുടെ ഭൂതാവിഷ്ടർ എന്ന നോവലിലെ കിർലോവിനെ പോലെ തൻ്റെ ഇച്ഛയുടെ പ്രധാന ഘടകം ആത്മഹത്യയാണെന്ന് ഇടപ്പള്ളി വിശ്വസിച്ചു. ഈ ജീവിതത്തിലുള്ള വിശ്വാസമില്ലായ്മ കവിതയിലൂടെ പൂർണ്ണമായും പ്രകാശിപ്പിക്കുവാൻ പ്രയാസമാണെന്നും ആത്മഹത്യയിലൂടെ മാത്രമേ അത് പൂർണ്ണമായും പ്രകടിപ്പിക്കുവാൻ സാധ്യമാകൂ എന്നുമുള്ള അബോധ തലങ്ങളുടെ പ്രേരണയായിരിക്കണം ആത്മഹത്യയെ അദ്ദേഹത്തിൻ്റെ ഇച്ഛയുടെ പ്രധാന ഘടകമാക്കി മാറ്റിയത്. സ്വന്തം കലയെയും ജീവിതത്തെയും ഒരുപോലെ സ്വാധീനിച്ച ഈ ഇച്ഛയാണ് ഇടപ്പള്ളിയുടെ കവിതയ്ക്ക് പീഡിപ്പിക്കുന്ന സൗന്ദര്യം നൽകിയത്. ജീവിതത്തെ ഒരു അന്യരാജ്യമായി, ദുഃഖകാരണമായി, ഭൂമിയുടെ തിന്മയായി മാത്രം കണ്ടിരുന്ന ഇടപ്പള്ളി സ്വന്തം പീഡാനുഭവങ്ങളിൽ നിന്നും സൗന്ദര്യം സൃഷ്ടിച്ചു. അതാണ് ഇടപ്പള്ളി കവിത. ഇടപ്പള്ളി കവിത എന്താണെന്നും ഇടപ്പള്ളിയുടെ മരണം എന്തായിരുന്നുവെന്നും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് കെ.പി. അപ്പൻ. ഭൂമിയിൽ താൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒരു അന്യനായി നിന്ന് തനിക്ക് ജീവിക്കാൻ കൊള്ളാത്തതാണ് ഈ ഭൂമി എന്ന് വിചാരിച്ച്, എല്ലാവരും തൻ്റെ ശത്രുക്കളാണെന്ന് സ്വയം ധരിച്ച് ഇടപ്പള്ളി രാഘവൻ പിള്ള ഉണ്ടാക്കിയ ആ പീഡാനുഭവം, സ്വന്തമായുള്ള പീഡാനുഭവം, ആ അനുഭവത്തിൻ്റെ സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ കവിതയെന്ന് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെ ഇച്ഛാഭംഗം നേരിട്ട കവി ഒരിക്കലും
തനിക്ക് ചുറ്റുപാടുമുള്ള ഈ ലോകം തനിക്ക് ജീവിക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞ് മരണത്തെ അഭയം പ്രാപിക്കുകയാണ്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാൽപ്പനികമായ ഒരു മനസ്സ്. ഭാവനയിൽ കാണുന്ന, സ്വപ്നത്തിൽ കാണുന്ന ഒന്നാണ് തനിക്ക് ശരിക്ക് ജീവിക്കാനുള്ള ലോകമെന്ന് വിചാരിച്ച ഒരു മനസ്സ്. ആ മനസ്സിൻ്റെ വിഷാദാത്മകതയും മൃത്യുബോധവുമാണ് അദ്ദേഹത്തെ മരണത്തിൽ, ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ചത്. ഒരുപക്ഷെ പ്രണയവും പ്രണയബന്ധവും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് ലേഖകൻ ഉറപ്പിച്ച് പറയുന്നതും അതുകൊണ്ടാണ്. ഇടപ്പള്ളിയുടെ ജീവിതത്തിലേക്കും സാമൂഹിക ജീവിതത്തിലേക്കും കാവ്യ ജീവിതത്തിലേക്കും മാനസിക ജീവിതത്തിലേക്കുമുള്ള ഒരു യാത്രയാണ് മരണത്തിൻ്റെ സൗന്ദര്യമെന്ന ഈ ലേഖനം. കെ പി അപ്പനത് അദ്ദേഹത്തിൻ്റെ പാശ്ചാത്യ സാഹിത്യത്തിലുള്ള, പ്രത്യേകിച്ച് പാശ്ചാത്യ നിരൂപണത്തിലുള്ള പാണ്ഡിത്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ ലേഖനത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്.